ജസ്റ്റൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ ഹൈബീഡൻ MP സംഘടിപ്പിക്കുന്ന ഓട്ടോ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി പ്രദേശത്തുള്ള ഓട്ടോ തൊഴിലാളികൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചു. തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ബിഷപ്പ് എമിരിറ്റ്സ് ഡോക്ടർ ജോസഫ് കരിയിൽ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ആരോഗ്യത്തെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത്. എന്നിട്ട് സ്വയം അത് സ്വന്തം ആരോഗ്യം നോക്കാൻ, മറ്റുള്ളവരുടെ ആരോഗ്യത്തെക്കുറിച്ച് അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞ BJP-നോടും നമ്മുടെ ഹൈബീഡിനൊക്കെ അവിടെ എടുത്തതും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രസമുള്ള കാര്യമാണ്. ഏറ്റവും അധികം അശ്രദ്ധ അങ്ങനെയാണ് വരുന്നത്. ഏറ്റവും മടിപിടിച്ച് ഇരിക്കുന്നവരാണ്. ജീവിതശൈലി രോഗങ്ങൾ പെരുകി വരുന്ന കാലത്ത് ഓട്ടോറിക്ഷ തൊഴിലാളികളെ പോലെയുള്ളവർ ഏറെ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ബിഷപ്പ് പറഞ്ഞു. കൊച്ചി നിയോജക മണ്ഡലത്തിൽ നിന്നും തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ ഇടക്കൊച്ചി, പള്ളുരുത്തി ഭാഗങ്ങളിൽ നിന്നുമുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. എറണാകുളം വൈപ്പിൻ പ്രദേശങ്ങളിൽ ഓട്ടോ പദ്ധതി നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. ബാക്കി 4 നിയോജക മണ്ഡലങ്ങളിൽ കൂടി പദ്ധതി നടത്തുമെന്ന് ഹൈബീഡൻ MP പറഞ്ഞു. ഇന്ന് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് എറണാകുളം വൈപ്പിൻ 3ാമത്തെ ക്യാമ്പാണ് കൊച്ചിയിൽ നടക്കുന്നത്. കൊച്ചി നിയോജകമണ്ഡലം പള്ളുരുത്തി പ്രദേശങ്ങളിലുള്ള മുഴുവൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും അവരുടെ രക്തപരിശോധനയും അനുബന്ധ കൺസൾട്ടേഷനുകളും എല്ലാം നടത്തുന്ന, അവരുടെ ജീവിതം സുഗമമാക്കാൻ വേണ്ടി നടത്തുന്നു. അവർ പലപ്പോഴും ആരോഗ്യം ശ്രദ്ധിക്കാത്ത ആളുകളാണെന്നുള്ള അഭിപ്രായക്കാരനാണ്. അതുകൊണ്ട് അവരുടെ ഒരു വെൽനസ് ക്യാമ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അഭിവൃദ്ധിയ പിതാവിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നതിനോടൊപ്പം തന്നെ BPCL, ഇടപ്പള്ളി ഫ്യൂച്ചറോസ് ഹോസ്പിറ്റൽ എന്നിവയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ പരിശോധനയ്ക്കുള്ള PFT, ECG സംവിധാനങ്ങൾ ക്യാമ്പിൽ സജ്ജമായിരുന്നു. ജനറൽ സർജറി, ജനറൽ മെഡിസിൻ, പൾമനറി, ഫിസിയോതെറാപ്പി, കൺസൾട്ടേഷനും ഉൾപ്പെടെ അത്യാധുനിക രീതിയിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് മാനസികാരോഗ്യം, ഭക്ഷണ ക്രമീകരണം തുടങ്ങിയ മേഖലകളിൽ ബോധവൽക്കരണ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഫ്യൂച്ചറേഴ്സ് ഹോസ്പിറ്റലിന്റെ പ്രയോറിറ്റി കാർഡുകൾ ക്യാമ്പിൽ വിതരണം ചെയ്തു. കണ്ണ് പരിശോധനയിൽ കണ്ണട ആവശ്യമുള്ളവർക്ക് അടുത്ത ദിവസം തന്നെ കണ്ണടകൾ സൗജന്യമായി വിതരണം ചെയ്യും. നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച് തൊഴിലെടുക്കുന്നവരാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് നടത്തുന്ന പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഹൈബീഡൻ MP പറഞ്ഞു. ചടങ്ങിൽ ഹൈബീഡൻ MP അധ്യക്ഷത വഹിച്ചു. കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ, കൗൺസിലർമാരായ ഷൈല തദേവുസ്, KA മനാഫ്, ബാസ്റ്റിൻ ബാബു, കുമ്പളങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സഗീർ, BPCL ചീഫ് മാനേജർ വിനീത് M വർഗീസ്, ഫ്യൂച്ചറസ് ഹോസ്പിറ്റൽ CEO അൻവർ ഹുസൈൻ, ഡയറക്ടർ ഡോക്ടർ ആഷ്ന ഹനീഷ്, ജനറൽ മാനേജർ ഷിയാസ് MM, റഷീദ് താനത്ത്, കോൺഗ്രസ് നേതാക്കളായ തമ്പി സുബ്രഹ്മണ്യം, MP ശിവദത്തൻ, KM റഹീം, NR ശ്രീകുമാർ, PP ജേക്കബ്, EA അവറാച്ചൻ, ജോസഫ് സുമിത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.